സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ കാശ്മീരാണ് ഇടുക്കി ജില്ലയിലെ മൂന്നാർ. 2-3 മാസങ്ങൾ ഒഴിച്ചാൽ ബാക്കി മാസങ്ങളിൽ തമിഴ്നാട്, ആന്ധ്ര തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാൽ നിറഞ്ഞ ഇടമാണ് ഇവിടം. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതിനാൽ തമിഴ് കലർന്ന മലയാള സംസാര രീതിയാണ് ഇടുക്കിയുടെ ചിലയിടങ്ങളിലുള്ളത്. 5 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ ഇവിടുത്തെ രാഷ്ട്രീയ ചിന്താഗതിയും വളരെ ഉറച്ചതാണ്. ഏറ്റവും കൂടുതൽ തോട്ടം മേഖലകൾ ഉള്ളതിനാൽ തന്നെ തൊഴിലാളികളുടെ സംഘടന പ്രവർത്തനം സജീവമാണ്. തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എന്നും ഇടത് ചായ്വോടെ നിൽക്കുന്നത് കോൺഗ്രസ് മുന്നണിക്ക് വെല്ലുവിളിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞിരിക്കുകയാണ്. 5 മണ്ഡലങ്ങളിൽ തൊടുപുഴയിൽ മാത്രമാണ് കോൺഗ്രസിന് സാന്നിധ്യം അറിയിക്കാനായത്. എന്നാൽ 2026 തിരഞ്ഞെടുപ്പിൽ ദേവികുളത്തും കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ദേവികുളം MLA A രാജയ്ക്കെതിരെ ഉയർന്ന ആരോപണവും കോടതി വിധിയും ഇടതു പാർട്ടിയെ ആശങ്കയിലാക്കിയിരുന്നു. തുടർന്ന് കോടതി വിധി അനുകൂലമായെങ്കിൽ പോലും ഇപ്പോഴും പ്രവർത്തകരിൽ അസ്വസ്ഥത പുകയുന്നുണ്ടെന്നാണ് വിവരം. MM മണിയുടെ മണ്ഡലമായ ഉടുമ്പൻചോലയിലും കോൺഗ്രസ് നേരിയ തോതിലുള്ള സാന്നിധ്യം ഉറപ്പിച്ചു തുടങ്ങി. വർഷങ്ങളായുള്ള ഇടതു ഭരണത്തിൽ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മടുപ്പുളവാക്കി തുടങ്ങിയിട്ടുണ്ട്. ഈ അവസരം മുതലെടുക്കാനാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം. തോട്ടം മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന ആശയം ചില കോൺഗ്രസ് നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. 2026 തിരഞ്ഞെടുപ്പ് അധികം വിദൂരമല്ലാത്ത സാഹചര്യത്തിൽ പല കണക്കുകൂട്ടലുകളുമായാണ് നേതൃത്വം മുന്നോട്ടു പോകുന്നത്. ഡീൻ കുര്യാക്കോസിന്റെ ജില്ലയിലെ സ്വാധീനവും തെരഞ്ഞെടുപ്പിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതാക്കൾ ഉള്ളത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.